അത്യന്തം പ്രതിലോമപരമായ നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ധവളപത്രം ഇന്നാണ് കേരള ഗവൺമെൻറ് പ്രസിദ്ധീകരിച്ചത്. വി. ഡി. സതീശൻ മുഖ്യമന്ത്രി അതിന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. താനാണ് യഥാർത്ഥ ഇടതുപക്ഷം എന്ന് വാതോരാതെ പറഞ്ഞുകൊണ്ടിരുന്ന പ്രതിപക്ഷ നേതാവ് ഭരണത്തിൽ വന്നിട്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ തൻ്റെ രാഷ്ട്രീയ സമീപനത്തിൻ്റെ വലതുപക്ഷ തീവ്രത എന്താണ് എന്നും അദ്ദേഹം വ്യക്തമായി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ്. ധവളപത്രത്തിലെ എല്ലാ നിർദ്ദേശങ്ങളെയും വലതുപക്ഷ നവ ലിബറൽ കോർപ്പറേറ്റ് സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുക. UDF സർക്കാർ മുന്നോട്ടേക്ക് വെക്കുന്ന ഈ ധവളപത്രം വ്യക്തമാക്കുന്നത് തീവ്ര വലതുപക്ഷ നവ ലിബറൽ കോർപ്പറേറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. എന്ന് പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, അദാനിക്കും അംബാനിക്കും കേരളത്തിൻ്റെ പ്രകൃതി സമ്പത്ത് തീരദേശം ഉൾപ്പെടെ തീരെഴുതി കൊടുക്കാനാണ് പരസ്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ഈ പറയുന്ന ധവളപത്രത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തോട് പിന്നീട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വകാര്യവൽക്കരണം വേണ്ടി വരും എന്ന് തന്നെയാണ്. സ്വകാര്യവൽക്കരണം വേണം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് സ്വകാര്യവൽക്കരിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, അതിൻ്റെ സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായി ഭൂമി വിൽക്കുക, സ്ഥാപനങ്ങൾ വിൽക്കുക. അതെല്ലാം സാധാരണ നമ്മൾ അറിയുന്നത് പോലെ ഇന്ത്യയിലാകെ നിർവഹിച്ചതുപോലെ ഇവിടെ വലിയ പ്രതിരോധം കൊണ്ടാണ് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ നിർത്താനും ലാഭകരമായി പ്രവർത്തിപ്പിക്കാനും നമുക്ക് സാധിച്ചിട്ടുള്ളത്. ഈ ലാഭകരമായി പ്രവർത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിൽക്കും, സ്വകാര്യവൽക്കരിക്കും. അതാണ് ഉദാരവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഭാഗമായിട്ട് ദേശവ്യാപകമായി ലോകവ്യാപകമായി സാമ്രാജ്യത്വവും മുതലാളിത്തവും നടപ്പിലാക്കിക്കൊണ്ടിരുന്ന കാര്യം. അതിപ്പോഴും അതേപോലെ തന്നെ നിർവഹിക്കും എന്ന് പരസ്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നയപ്രഖ്യാപന പ്രസംഗത്തിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിലും ഈ ധവളപത്രത്തിലുമെല്ലാം കേന്ദ്രത്തിനെതിരായ കേന്ദ്ര ഗവൺമെന്റിന്റെ അവഗണനക്കെതിരായ ഒരു നിലപാടും സ്വീകരിക്കുന്നില്ല. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് തരേണ്ടുന്ന പണം, സമ്പത്ത് നമുക്ക് അവകാശപ്പെട്ടത് തരാതിനെ പറ്റി ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. പൂർണ്ണമായിട്ട് മൗനം പാലിക്കുകയാണ്. വളരെ ഗൗരവമുള്ള കൗതുകകരമായ ഒരു കാര്യം, ഈ ധവളപത്രത്തെ BJP സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഒരേ വർഗ നിലപാട് സ്വീകരിക്കുന്ന രണ്ട് വ്യത്യസ്ത പാർട്ടികൾ അല്ലെങ്കിൽ മുന്നണികൾ, ഇവർ പരസ്പരം യോജിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു വരുന്നു എന്നതിൻ്റെ തുടർച്ചയിൽ നിന്നാണ് ഈ രീതിയിലുള്ള ഒരു കൂട്ടുകക്ഷി മനോഭാവം വർഗപരമായിട്ട് രൂപപ്പെട്ടു വരുന്നത്. അതവർക്ക് ഒരേ നയം, ഈ ആഗോളവൽക്കരണ നിലപാട് നടപ്പിലാക്കുന്ന കാര്യത്തിൽ ആദ്യം തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും BJP ആണ്. കേരളത്തിൽ അവസരം കിട്ടിയപ്പോൾ ഞങ്ങളത് നടപ്പിലാക്കും എന്നാണ് വി. ഡി. സതീശൻ പറയുന്നത്. അതിന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ആദ്യം ഇവിടെ ഖജനാവെല്ലാം പൂട്ടി ഒന്നും തന്നെ കാര്യമായി പൂച്ച പെറ്റുകിടക്കുകയാണ് എന്നൊക്കെയാണ് വി. ഡി. സതീശൻ പറഞ്ഞിരുന്നത്. ഇപ്പോഴിവിടെ ഖജനാവിൽ 6322 കോടി ഉറുപ്പിക മാർച്ചിൽ ഖജനാവിൽ ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കേണ്ടുന്ന നില വന്നിട്ടുണ്ട്. AK ആന്റണിയും വി. ഡി. സതീശനും പറഞ്ഞതുപോലെ കാലിയായ ഒരു ഖജനാവല്ല കേരളത്തിലുള്ളത് എന്നിപ്പോഴും വ്യക്തമായി. അതേപോലെ കേരളത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ എല്ലാ ദിശയെയും തകർത്ത് അതെല്ലാം അട്ടിമറിച്ച് സ്വകാര്യവൽക്കരണത്തിലേക്ക്, കോർപ്പറേറ്റുകൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ അദാനി അംബാനി കൂട്ടുകെട്ടിന് എല്ലാം നൽകും എന്ന പരസ്യ പ്രഖ്യാപനമാണ് ഈ ധവളപത്രത്തിൽ കാണാൻ സാധിക്കുക. ഇപ്പോൾ ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ KSRTC, വാട്ടർ അതോറിറ്റി, KSEB ഇവയെല്ലാം ബാധ്യതകളാണെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറമാണ് ഇതിൻ്റെ ഉള്ളിലോട്ട് വായിച്ചു പോകുമ്പോഴുള്ളൊരു ചിത്രം. KSRTCയിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം
യാത്ര പറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലാണ് അവർ പറയുന്നത്, ഇതെല്ലാം ഈ KSRTCയും വാട്ടർ അതോറിറ്റിയും KSEBയും എല്ലാം ബാധ്യതകളാണെന്നാണ്. ബാധ്യതകൾ വന്നാൽ അതിൻ്റെ അർത്ഥം അത് അവസാനിപ്പിക്കുന്നതാണ്. ബാധ്യതകൾ ഏറ്റെടുക്കേണ്ടതില്ല എന്നാണ് ആഗോളവൽക്കരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനം. അപ്പോൾ എല്ലാം പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എല്ലാം സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് എങ്ങനെ ഇതിനെയെല്ലാം കൈകാര്യം ചെയ്യും എന്നുള്ളതിൻ്റെ കൃത്യമായ അടയാളപ്പെടുത്തൽ വരികയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കച്ചവടം ചെയ്ത് പണമുണ്ടാക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി കൂട്ടുചേർന്നു യഥാർത്ഥത്തിൽ നമ്മുടെ സമ്പത്ത് വിറ്റ് തുലക്കാൻ തന്നെയാണ് ശ്രമം. ഊർജ മേഖലയിലും ധാതു സമ്പത്തിലും ഉൾപ്പെടെ സ്വകാര്യവൽക്കരണം നിർദ്ദേശിക്കുന്നു എന്ന് VD സതീശന്റെ ഈ പരാമർശത്തോടെ നേരത്തെ രഹസ്യമായി മംഗലാപുരം യാത്രയുടെ ഭാഗമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ബ്ലൂ എക്കണോമിയുടെ ഭാഗമായിട്ട് ഇപ്പോഴും അവർ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ വ്യക്തമാകുകയാണ്. അപ്പോൾ മംഗലാപുരം യാത്ര എന്തിനാണ് എന്നിപ്പോഴും വ്യക്തമാക്കുന്നതാണ് ബ്ലൂ എക്കണോമിക്കുമായി ബന്ധപ്പെട്ട് തീരദേശം മുഴുവൻ വിൽക്കാനുള്ള, തീരെഴുതി കൊടുക്കാനുള്ള തീരുമാനത്തിലേക്ക് പോകുമെന്നിപ്പോഴും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഊർജ്ജ മേഖലയും ധാതു മേഖലയും ഈ രണ്ടും ചേർത്തുകൊണ്ടാണ് ധാതു സമ്പത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കരിമണൽ ഉൾപ്പെടെ എല്ലാം കൊള്ളയടിക്കാനുള്ള സൗകര്യമാണ് ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പെൻഷൻ പ്രായം കൂട്ടുമെന്നുള്ളതാണ്. കേന്ദ്ര സർവീസിലുള്ളതുപോലെ പെൻഷൻ പ്രായം കൂട്ടുമെന്നാണ്. അത് 60 ചിലപ്പോഴൊക്കെ 62, 65 ഈ രീതിയിൽ സത്യം പറഞ്ഞാൽ ഒരു നിയമനം പൂർണ്ണമായിട്ട് നിരോധിക്കുന്ന ഒരു 5 വർഷം വരാൻ പോവുകയാണ്. ഇതാണ് കേരളത്തിലെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവമുള്ള പ്രശ്നം. ഒരു 5 വർഷക്കാലം നിയമന നിരോധനത്തിന്റെ കാലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ PSC നിയമനം നടന്നത് ഈ കേരളത്തിലാണ്. 60%. ആകെ നടന്ന നിയമനത്തിലെ 60% നടന്നത് കേരളത്തിലാണ് കഴിഞ്ഞ 10 കൊല്ലം. അത് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ച് യുവാക്കളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന നിയമന നിരോധം കൃത്യമായിട്ട് അടിച്ചേൽപ്പിക്കുന്ന ഒന്നാണ് ഈ പ്രഖ്യാപനത്തിലൂടെ പെൻഷൻ പ്രായം കേന്ദ്ര നിലപാടിൻ്റെ ഒപ്പം എത്തിക്കുമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾ ഏറ്റവും കൂടുതലുള്ള ഈ സംസ്ഥാനം അഭിമുഖീകരിക്കാൻ പോകുന്ന വളരെ ഗൗരവമുള്ള പ്രശ്നം.